ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ ഇവിടെ ദേശീയ പണിമുടക്കൊക്കെ ആയതുകൊണ്ട് ഇവിടെ എല്ലായിടത്തും അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെയല്ലേ. അതുകൊണ്ട് നമ്മളിന്ന് കുക്കർ ബിരിയാണി വെക്കാൻ വിചാരിച്ചിട്ടോ. ചെറിയ കുക്കറാണ്, 1.5 ഗ്ലാസ് അരിയിട്ട് കുക്കർ ബിരിയാണി വെച്ചു. എന്തോ എനിക്ക് ഇതിനോട് വലിയ താല്പര്യമില്ല. ആ മസാലയൊക്കെ അങ്ങോട്ട് ചോറിലങ്ങോട്ട് ആ ഒരു എരിവും പുളിയൊക്കെ പോകും. പക്ഷെ സെപ്പറേറ്റ് കായും മസാലയാക്കി കഴിക്കുമ്പോൾ അതൊരു ടേസ്റ്റാണല്ലോ അല്ലേ. എന്തായാലും കുറച്ചെടുത്ത് ഒരു പപ്പടവും നല്ല മിക്സഡ് അച്ചാറും കൂട്ടി അവിടെ പിടിപിടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാം അവർക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് അവർ പറയുന്നത്. ഇനി പുകയ്ക്കതാണോ അതോ ആക്കിയതാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും എല്ലാവരും കഴിച്ചു. അൽഹംദുലില്ലാ എല്ലാവർക്കും റാഹത്തായി. ഞാൻ കുക്കർ ബിരിയാണിയും ഉണ്ടാക്കി, സെപ്പറേറ്റ് ബാക്കി 2 ഗ്ലാസ് അരിയിട്ട് സാധാ ബിരിയാണിയും തമ്മിട്ടോ. അതിന് നമുക്ക് നൈറ്റ് നോക്കാം. അങ്ങനെ കുക്കർ ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നുള്ളൊരു മടി പാത്രം കേൾക്കൽ. പിന്നെ എപ്പോഴും എന്നോടൊക്കെ ചോദിക്കും, ഒരു മെഷീൻ ഉണ്ടെങ്കിലേ സംഭവം ഉണ്ടാവും. പക്ഷെ തൽക്കാലം നമുക്ക് നമ്മുടെ കയ്യിൽ തന്നെയാണല്ലോ മെഷീൻ. ഇത് ഭയങ്കര ചൊറാട്ടോ, എല്ലാം ഉണ്ടാക്കാം. പക്ഷെ പാത്രം കേൾക്കൽ എന്താണ് ചെയ്യുക. പിന്നെ അതൊക്കെ ചെയ്ത് വന്ന എല്ലാ വേസ്റ്റൊക്കെ എന്നിട്ട് അടുക്കള കാണുമ്പോൾ ഒരു ഭംഗിയാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വൈകുന്നേരം അടുക്കളയിൽ കയറുമ്പോൾ ചടപ്പാണല്ലേ. എന്തായാലും എന്നെ പാത്രം കേൾക്കലും അടുക്കള വൃത്തിയാക്കലും അങ്ങനെയെല്ലാം കഴിഞ്ഞ് ഇനിയൊരു റെസ്റ്റ്. അത് മുഖ്യം ബിഗിലെ റെസ്റ്റ് മുഖ്യം. എന്നാലേ അടുത്ത പണിക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയുക എനർജി കിട്ടുള്ളൂ. ഉച്ചവരെ പണിയെടുക്കുക, ഉച്ചക്ക് ഫുഡ് കഴിക്കുക, റെസ്റ്റ് എടുക്കുക, പിന്നെ വൈകുന്നേരം രാത്രി വീണ്ടും പണിയെടുക്കുക. എന്താണല്ലേ അടിപൊളി. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പിന്നെ എന്തൊക്കെ, പിന്നെ ഒന്നുമില്ല, ആരും സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ. എന്തായാലും നിങ്ങൾക്ക് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനത്തെ ദേശീയ പണിമുടക്ക് ഇന്നതാ ഇവിടെ ഉച്ചത്തോടെ അവസാനിച്ചിരിക്കുന്നു. അപ്പം എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.